ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാൽ നമുക്ക് നാശമേ ഉണ്ടാകൂ. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സൊദോം ഗൊമോറ എന്നീ നഗരങ്ങൾ നശിപ്പിക്കാൻ പാപം മൂലം കർത്താവ് നശിപ്പിക്കാൻ തീരുമാനിച്ചു. അവിടെ ലോത്ത് എന്നൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ലോത്തിനെ രക്ഷിക്കണമെന്ന് ദൈവം തീരുമാനിച്ച് 2 ദൂതന്മാരെ അയച്ച് ലോത്തിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. ദൂതന്മാർ ലോത്തിനോട് പറയുന്നു, നീയും നിൻ്റെ ഭാര്യയും മക്കളും ഈ നഗരത്തിൽ നിന്ന് ഓടിപ്പോകുക. ഞാൻ ഈ സ്ഥലം നശിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ പോകുമ്പോൾ പിന്നോട്ട് നോക്കരുത് എന്ന് പറഞ്ഞു ദൈവം. അതൊരു കൽപ്പനയായിരുന്നു. ഇവർ മലയിലേക്ക് ഓടുന്നതിനിടയിൽ നഗരത്തിൽ നാശം തുടങ്ങി. ആകാശത്തു നിന്നും തീയും ഗന്ധവും വീഴുമ്പോൾ ആ ശബ്ദം കേട്ട് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല. അവൾ ആ നിമിഷം ഉപ്പുതൂണായി മാറി. ഇന്നും നാം ഇസ്രായേലിലേക്ക് പോകുമ്പോൾ, വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ, ചാവുകടൽ കാണാൻ പോകുമ്പോൾ ഈ ലോത്തിൻ്റെ ഭാര്യയെ ഉപ്പുതൂണായി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. നാം ദൈവം പറഞ്ഞതുപോലെ മുന്നോട്ട് പോകണം. പിന്നോട്ട് നോക്കരുത്. പിന്നോട്ട് നോക്കിയാൽ നഷ്ടമേ നമുക്കുണ്ടാകൂ. അനുസരണക്കേട് നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് ദൈവത്തെ അനുസരിക്കാം, വചനം അനുസരിക്കാം. വചനം ദൈവമാണ്, ദൈവത്തിൻ്റെ വാക്കാണ്. ആമേൻ.